റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. യുവാക്കളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനായി അപ്രന്റീസ്ഷിപ്പുകൾ വിപുലീകരിക്കുന്നതിനുള്ള പരിപാടിയുമായി സർക്കാർ. ഈ പദ്ധതി പ്രകാരം ഏകദേശം 50,000 യുവാക്കൾക്ക് പ്രയോജനം ലഭിക്കുമെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടി. ബഡ്ജറ്റിൽ നീക്കിവച്ചതും അടുത്ത 3 വർഷത്തേക്ക് ഉൾക്കൊള്ളുന്നതുമായ 725 മില്യൺ പൗണ്ട് പാക്കേജ് AI, ഹോസ്പിറ്റാലിറ്റി, എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിൽ അപ്രന്റീസ്ഷിപ്പുകൾ സൃഷ്ടിക്കാൻ ഉപയോഗിക്കും. ചെറുകിട ഇടത്തരം ബിസിനസ്സുകളിൽ 25 വയസ്സിന് താഴെയുള്ളവർക്കുള്ള അപ്രന്റീസ്ഷിപ്പുകൾക്ക് പാക്കേജിന്റെ ഭാഗമായി പൂർണ്ണമായും ധനസഹായം നൽകും. നിലവിൽ അവർ നൽകേണ്ട 5% ഒഴിവാക്കുകയും ചെയ്യും. കഴിഞ്ഞ ദശകത്തിൽ ഏകദേശം 40% കുറഞ്ഞ അപ്രന്റീസ്ഷിപ്പുകൾ ആരംഭിക്കുന്ന യുവാക്കളുടെ എണ്ണത്തിലെ കുറവ് പരിഹരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. തൊഴിലുടമകളുടെയും അപ്രന്റീസ്ഷിപ്പ് അവസരങ്ങളുമായും യുവാക്കളെ ബന്ധിപ്പിക്കാൻ പ്രാദേശിക മേയർമാരെ അനുവദിക്കുമെന്ന് തൊഴിൽ പെൻഷൻ വകുപ്പ് പറയുന്ന ഒരു പൈലറ്റിനായി 140 മില്യൺ പൗണ്ട് ഫണ്ടിങ്ങിൽ ഉൾപ്പെടുന്നു. എന്നിരുന്നാലും പണം എങ്ങനെ ഉപയോഗിക്കുമെന്ന് കൃത്യമായി വ്യക്തവുമല്ല. അടുത്ത വർഷം വസന്തകാലം മുതൽ AI, എഞ്ചിനീയറിംഗ്, ഡിജിറ്റൽ കഴിവുകൾ എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിലെ ഹ്രസ്വ കോഴ്സുകളുടെ ഒരു പ്രോഗ്രാമും വാഗ്ദാനം ചെയ്യും. ഇത് പ്രതിരോധ മേഖലയുമായി സഹകരിച്ച് നടത്തുമെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു. യൂണിവേഴ്സൽ ക്രെഡിറ്റിൽ നിന്ന് യുവാക്കളെ ജോലികളിലേക്ക് മാറ്റാനായി അവർ 820 മില്യൺ പൗണ്ട് കൂടി ചെലവഴിക്കുന്നു. 18 മാസമോ അതിൽ കൂടുതലോ ആനുകൂല്യം അനുഭവിക്കുന്നവർക്കായി അടുത്ത ഏപ്രിൽ മുതൽ ഏകദേശം 55,000 6 മാസത്തെ പ്ലേസ്മെന്റുകൾ ആരംഭിക്കും. ഉയർന്ന യുവജന തൊഴിലില്ലായ്മയുള്ള UKയുടെ 6 ഭാഗങ്ങളിൽ പ്ലേസ്മെന്റുകൾ ആരംഭിക്കും. കൂടാതെ ആഴ്ചയിൽ 25 മണിക്കൂർ പൂർണ്ണമായും സബ്സിഡി നൽകുകയും നിയമപരമായ മിനിമം വേതനത്തിൽ നൽകുകയും ചെയ്യും. പരിശീലനത്തിനും ജോലി പിന്തുണയ്ക്കും പണം നൽകും. ഖലിസ്ഥാൻ ഭീകരനായ ഗുർപ്രീത് റഹാലിന്റെ UKയിലെ സ്വത്തുക്കൾ മരവിപ്പിക്കാൻ UK ഭരണകൂടം തീരുമാനിച്ചു. ഇന്ത്യയുടെ ഇന്റലിജൻസ് വൃത്തങ്ങൾ നൽകിയ വിവരങ്ങളും സ്വന്തം അന്വേഷണങ്ങളും അടിസ്ഥാനമാക്കിയാണ് നടപടി. പഞ്ചാബ് വാരിയേഴ്സ് എന്ന ഇന്ത്യയിലെ ക്ലബിനെ കൊണ്ട് ലങ്കാഷെയറിലെ ഫുട്ബോൾ ക്ലബായ മോർകാംപയെ വിലക്കെടുപ്പിച്ചു. ഇടപാടിൽ മുൻപന്തിയിൽ നിന്നത് ഗുർപ്രീത് റഹാലായിരുന്നു. വിശ്വാസവും സഹാനുഭൂതിയും നിലനിർത്താമെന്ന വാഗ്ദാനത്തോടെയാണ് പഞ്ചാബ് വാരിയേഴ്സ് ഇംഗ്ലണ്ടിലെ ക്ലബിനെ ഏറ്റെടുത്തത്. യുവാക്കളെ ആകർഷിക്കുന്ന ഫുട്ബോൾ, ക്രിക്കറ്റ് ക്ലബ്ബുകൾ പോലുള്ള കേന്ദ്രങ്ങളുടെ മറവിൽ ഭീകരവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നുവെന്നാണ് അന്വേഷണത്തിൽ പുറത്തുവന്നത്. പിന്നീട് റഹാൽ ആയുധക്കടത്ത് നടത്തിയിരുന്നെന്നും ഖലിസ്ഥാൻ ഭീകര സംഘടനകളിലേക്ക് യുവാക്കളെ ചേർത്തിരുന്നുവെന്നും കണ്ടെത്തി. ബബ്ദർ ഖൽസ, ബബ്ദർ അഖാലി ലഹർ എന്നീ സംഘടനകൾക്ക് സാമ്പത്തിക സഹായം നൽകിയിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. പഞ്ചാബിനെ ഇന്ത്യയിൽ നിന്ന് വേർതിരിച്ച് മറ്റൊരു രാജ്യമാക്കാൻ ശ്രമിക്കുന്നവരാണ് ബബ്ദർ ഖൽസ. ഇതോടെ ഗുർപ്രീത് റഹാലിന്റെ UKയിലെ മുഴുവൻ സ്വത്തുക്കൾ മരവിപ്പിക്കുമെന്ന് അധികൃതർ അറിയിക്കുകയായിരുന്നു. മതിയായ രേഖകളില്ലാതെ രാജ്യത്ത് ഡെലിവറി ജോലിയിൽ ഏർപ്പെട്ട 171 പേരെ അറസ്റ്റ് ചെയ്ത് UK ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് ടീം. ഇന്ത്യക്കടക്കമുള്ള ആളുകളെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവരെല്ലാവരെയും ഉടൻ നാട് കടത്തിയേക്കുമെന്നാണ് വിവരം. ഓപ്പറേഷൻ ഈക്വലൈസ് എന്ന് പേരിട്ട പരിശോധനയിലാണ് അനധികൃത ഡെലിവറി തൊഴിലാളികളെ ഇമിഗ്രേഷൻ വകുപ്പ് പിടികൂടിയത്. ബംഗ്ലാദേശ്, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരും പിടിക്കപ്പെട്ടവരിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ന്യൂഹാം, നോർവിച്ച് അടക്കമുള്ള നഗരങ്ങളിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. പരിശോധനകൾ കർശനമാക്കിയതിന് പിന്നാലെ തൊഴിലാളികൾക്ക് മുന്നറിയിപ്പുമായി അധികൃതർ രംഗത്ത് വന്നിട്ടുണ്ട്. രേഖകൾ കൃത്യമല്ലെങ്കിൽ പിടികൂടി നാട് കടത്തുമെന്നാണ് മുന്നറിയിപ്പ്. അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കാനുള്ള UK ഭരണകൂട നടപടികളുടെ ഭാഗമായാണ് ഈ പരിശോധനകൾ. കഴിഞ്ഞ വർഷം മാത്രം 11,000-ലധികം പേരെയാണ് ഇത്തരത്തിൽ അധികൃതർ പരിശോധിച്ചത്. 8,000-ഓളം പേരെ അറസ്റ്റ് ചെയ്തിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. UK സർക്കാർ അടുത്തിടെ അംഗീകരിച്ച പുതിയ നിയമത്തിൽ ഗിഗ് ഇക്കണോമി ജീവനക്കാരെയും പരിശോധനകൾക്ക് വിധേയമാക്കുമെന്ന് അറിയിച്ചിരുന്നു. കൃത്യമായ രേഖകൾ ഇല്ലാത്ത തൊഴിലാളികളിൽ നിന്ന് 60,000 യൂറോ വരെ ഫൈൻ ഈടാക്കാൻ വ്യവസ്ഥയുള്ളതാണ് ഈ പുതിയ നിയമം. ഇനി നാട്ടിലെ വാർത്തകൾ. രാഷ്ട്രീയാവേശം അലതല്ലിയ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളം വിധി എഴുതുമ്പോൾ ജില്ലകളിൽ പൊതു അവധിയും പ്രഖ്യാപിച്ചു. 1ാം-ഘട്ട വിധി കുറിക്കുന്ന തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകൾക്ക് നാളെ അവധിയായിരിക്കും. ഡിസംബർ 9-ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. വാണിജ്യ സ്ഥാപനങ്ങൾക്കും വേതനത്തോടെയുള്ള അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2ാം-ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിൽ വ്യാഴാഴ്ച അവധിയായിരിക്കും. ഡിസംബർ 11-ന് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകൾ നാളെ വിധി കുറിക്കാൻ പോളിംഗ് ബൂത്തിലെത്തും. വോട്ടർമാരുടെ മനസ്സ് കീഴടക്കാനുള്ള അവസാനവട്ട ശ്രമങ്ങളിലാണ് നിശബ്ദ പ്രചാരണ ദിവസം സ്ഥാനാർത്ഥികളും നേതാക്കളും. വോട്ട് തേടിയുള്ള സ്ഥാനാർത്ഥികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും നെട്ടോട്ടം ഇന്നുകൊണ്ട് അവസാനിക്കും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ മുമ്പെങ്ങും കാണാത്ത വിധം പ്രചാരണത്തിൽ ആളും ആരവും ആവേശവും പ്രകടമായിരുന്നു. ഭരണത്തുടർച്ച ലക്ഷ്യമിട്ടും അധികാരം തിരിച്ചുപിടിക്കാനും അട്ടിമറിക്കാനുമായി സ്ഥാനാർത്ഥികളും മുന്നണികളും കളം നിറഞ്ഞതോടെ ഗോദയിൽ വികസനം മുതൽ അഴിമതി വരെ ചർച്ചയായി മാറിയ കാഴ്ചയും ഇപ്പോൾ കണ്ടു.
രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ പരാതിക്കാരി മൊഴി നൽകി. SP പൂങ്കുഴലിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. രക്ഷപ്പെടാൻ കഴിഞ്ഞ കാലം പിടിച്ചിട്ടും ബലാത്സംഗം ചെയ്തുവെന്നാണ് മൊഴി. പല പ്രാവശ്യം ഭീഷണിപ്പെടുത്തിയെന്നും പേടി കാരണമാണ് ഇത്രയും നാൾ പുറത്ത് പറയാതിരുന്നത് എന്നുമാണ് പരാതിക്കാരിയുടെ മൊഴിയിൽ പറയുന്നത്. ഈ കേസിൽ ഇന്ന് രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാനിരിക്കെയാണ് മൊഴി രേഖപ്പെടുത്തിയത്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. ശനിയാഴ്ചയാണ് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയത്. ആദ്യത്തെ കേസിൽ ഹൈക്കോടതി അറസ്റ്റ് ചെയ്യുന്നത് വിലക്കിയിരുന്നു. ആദ്യ കേസിൽ പ്രാഥമിക വാദം നടക്കുന്നതിനിടെയാണ് രണ്ടാം കേസ് രജിസ്റ്റർ ചെയ്തത്. KPCCക്ക് വന്ന ഇമെയിൽ പ്രസിഡന്റ് സണ്ണി ജോസഫ് പോലീസിന് കൈമാറുകയായിരുന്നു. ആദ്യ കേസിലെ ഹർജി ഹൈക്കോടതി ഈ മാസം 15-നാണ് വീണ്ടും പരിഗണിക്കുക. അതുവരെയാണ് അറസ്റ്റ് തടഞ്ഞത്. ഗുരുതര സ്വഭാവമുള്ള കാര്യങ്ങൾ ഹർജിയിലുണ്ടെന്നും അതിനാൽ വിശദവാദം കേൾക്കണമെന്നും വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു കോടതിയുടെ ഉത്തരവ്. 32ാമതായിട്ടാണ് കേസ് ലിസ്റ്റ് ചെയ്തിരുന്നതെങ്കിലും കോടതി ചേർന്നയുടൻ രാഹുലിന്റെ അഭിഭാഷകൻ മുൻകൂർ ജാമ്യത്തിന്റെ കാര്യം ജസ്റ്റിസ് K. ബാബുവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. കേസുമായി ബന്ധപ്പെട്ട കുറേയേറെ കാര്യങ്ങൾ ബോധിപ്പിക്കാനുണ്ട് എന്ന് അഭിഭാഷകൻ വ്യക്തമാക്കി. തുടർന്ന് കേസിൽ വിശദമായി വാദം കേൾക്കാൻ കോടതി തീരുമാനിക്കുകയായിരുന്നു. കേരളത്തെ പിടിച്ചുലച്ച നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതി ദിലീപിനെ വെറുതെ വിട്ടു. 1 മുതൽ 6 വരെ പ്രതികൾ മാത്രം കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. ഇവരുടെ ശിക്ഷാവിധി 12-ാം തീയതി വിധിക്കും. ബലാത്സംഗം തെളിഞ്ഞതായി കോടതി കണ്ടെത്തി. പൾസർ സുനി അടക്കം 6 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി അറിയിച്ചു. ഗൂഢാലോചനയിലടക്കം തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസിൽ പ്രതിയായ ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കിയത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി പ്രസ്താവിച്ചത്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പൾസർ സുനിയടക്കം 6 പ്രതികൾക്കെതിരെ കൂട്ടബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് പ്രധാനമായും ചുമത്തിയിരിക്കുന്നത്. ഇവയെല്ലാം തെളിഞ്ഞു. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും സംഭവത്തിന്റെ മുഖ്യ ആസൂത്രകൻ എന്ന് പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന 8ാം പ്രതിയായ ദിലീപിനെതിരെയും ബലാത്സംഗ കുറ്റം ചുമത്തിയിരുന്നു. എന്നാൽ ദിലീപിനെതിരെ ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല. പ്രതികളെ ഒളിവിൽ പോകാൻ സഹായിച്ച ചാർലിയെയും 10ാം പ്രതിയായ ശരത്തിനെയും വെറുതെ വിട്ടു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹനി M. വർഗീസാണ് 6 വർഷം നീണ്ട വിചാരണ പൂർത്തിയാക്കി കേസിൽ വിധി പറഞ്ഞത്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പ്രതികളടക്കം 10 പേരാണ് വിചാരണ നേരിട്ടത്. ആക്രമിക്കപ്പെട്ട നടിയോടുള്ള വ്യക്തിവിരോധത്തെ തുടർന്ന് ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തുവെന്നാണ് ദിലീപിനെതിരായ കേസ്. എന്നാൽ തന്നെ കേസിൽ പെടുത്തിയതാണെന്നും പ്രോസിക്യൂഷൻ കെട്ടിച്ചമച്ച തെളിവുകളാണ് കോടതിയിൽ എത്തിയതെന്നുമായിരുന്നു ദിലീപിന്റെ വാദം. 2017 ഫെബ്രുവരി 17-നാണ് കേസിനാസ്പദമായ സംഭവം. ഷൂട്ടിങ്ങിനായി തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്കുള്ള യാത്രയിലായിരുന്നു നടി. ഇതിനിടെ കൊട്ടേഷൻ പ്രകാരം അവരെ തട്ടിക്കൊണ്ടുപോയി അപകീർത്തികരമായ ദൃശ്യം പകർത്തിയെന്നാണ് കേസ്. ഇനി സ്പോർട്സ് വാർത്തകൾ. AIFF സൂപ്പർ കപ്പ് ഫൈനലിൽ ഈസ്റ്റ് ബംഗാൾ FCയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 6-5 പരാജയപ്പെടുത്തി FC ഗോവ. ഇതോടെ 3 സൂപ്പർ കപ്പ് കിരീടം നേടുന്ന ആദ്യ ടീമായി മാറിയിരിക്കുകയാണ് FC ഗോവ. ഫറ്റോഡയിലെ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരം ഗോൾ രഹിത സമനില ആയതോടെ എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. ഈ വിജയത്തോടെ FC ഗോവ 2026-27 AFC ചാമ്പ്യൻസ് ലീഗ് 2ാം പ്ലേ ഓഫിൽ സ്ഥാനമുറപ്പിച്ചു. FC ഗോവയുടെ ബോർജ ഹെരാരെ, ഈസ്റ്റ് ബംഗാളിന്റെ മുഹമ്മദ് ബാസിം, റാഷിദ് PV വിഷ്ണു എന്നിവർക്ക് പെനാൽറ്റി നഷ്ടമായി. കാഗ്ലിയാരി ഇറ്റലി സീരി എയിൽ നിരാശാജനകമായ ഒരു പോരാട്ടത്തിൽ AS റോമ കാഗ്ലിയാരിയോട് 1-0 തോറ്റു. 2ാം പകുതിയുടെ തുടക്കത്തിൽ പ്രതിരോധ താരം ഷക്കി സെലിക്കിന് ചുവപ്പ് കാർഡ് ലഭിച്ചതോടെ റോമയുടെ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമായി. ഇതോടെ സന്ദർശകർക്ക് 10 പേരുടെ പിന്തുണ ലഭിക്കുകയും മത്സരത്തിന്റെ നിയന്ത്രണം വീണ്ടെടുക്കാൻ അവർ പാടുപെടുകയും ചെയ്തു. കാഗ്ലിയാരി സാഹചര്യം പൂർണ്ണമായും മുതലെടുത്തു. 82-ാം മിനിറ്റിൽ പ്രതിരോധത്തിലെ വീഴ്ച മുതലെടുത്ത് ഒരു കോർണറിൽ നിന്ന് ഒരു ഹാഫ് വോളി ഗോളിലൂടെ ജിയാൻ ലൂക്ക ഗെയ്റ്റാനോ റോമയെ ഞെട്ടിച്ചു. അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് നിർണായകമായി ഹോം ടീമിന് നിർണായക വിജയം ഉറപ്പാക്കി. മേജർ ലീഗ് സോക്കർ കിരീടം സ്വന്തമാക്കി ഇന്റർ മിയാമി. ജർമ്മൻ സ്ട്രൈക്കർ തോമസ് മുള്ളറുടെ നേതൃത്വത്തിലിറങ്ങിയ കനേഡിയൻ ടീം വാൻകൂവർ വൈറ്റ് ക്യാപ്സിനെതിരെ 3-1 ഇന്റർ മിയാമിയുടെ വിജയം. ഈ കപ്പ് നേടിയതോടെ മെസ്സിയുടെ 48ാം കിരീടമെന്ന ചരിത്രമാണ് പിറന്നത്. ടൂർണമെന്റിൽ 35 ഗോളും 24 അസിസ്റ്റുകളുമായി മെസ്സി ടോപ്പ് സ്കോററായി. 48 കരിയർ ട്രോഫികൾ നേടിയ 38-കാരനായ ലയണൽ മെസ്സി ചരിത്രത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനെന്ന ഖ്യാതി കൂടി സ്വന്തമാക്കുകയാണ്. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 119.94 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.